നമ്മുടെ ചിന്തകളെ പോലും ഗ്രഹിക്കുന്ന ഒരു ദൈവം, നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസിനെയും, നമ്മുടെ എല്ലാ പ്രവൃത്തികളെയും കാണുന്ന ഒരു ദൈവം, നാം സഞ്ചരിക്കുന്ന വഴികളെ അറിയുന്ന ഒരു ദൈവം. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ ആ സാന്നിധ്യത്തെ വിട്ട് നമുക്ക് എവിടേക്കും ഓടി ഒളിക്കുവാൻ കഴിയുകയില്ല, ആബ്സെന്റ് ആകുവാൻ കഴിയുകയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പാകെ നിൽക്കുമ്പോഴും നാം വീണ്ടും വീണ്ടും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ വല്ലപ്പോഴുമെങ്കിലും നാം പരിശ്രമിക്കുന്നത് അവന്റെ സന്നിധി വിട്ടുമാറി നിൽക്കുവാനാണ്. എന്നാൽ അത് സാധ്യമല്ല എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് സങ്കീർത്തനക്കാരൻ. അതുകൊണ്ട് ഞാൻ പറയുവാനായിട്ട് ശ്രമിച്ചത്, ദൈവം എപ്പോഴും സാന്നിധ്യമായി നമ്മോടൊപ്പം നിൽക്കുകയാണ്. ഇമ്മാനുവേലായി നമ്മോട് കൂടെ വസിക്കുന്ന, എപ്പോഴും കൂടെ ഇരുന്ന് വഴി നടത്തുന്ന പരിശുദ്ധ റൂഹായുടെ സാന്നിധ്യമൊക്കെ നമുക്ക് ഉള്ളപ്പോഴും നാം വിവിധ കാരണങ്ങളാൽ ദൈവസന്നിധിയിൽ നിന്ന് മാറി ആബ്സെന്റായി പോകുന്ന ഒരു പാപത്തിന്റെ അംശം നമ്മുടെ ഉള്ളിലുണ്ട്. വീണ്ടും സങ്കീർത്തനക്കാരൻ അതുകൊണ്ടാണ് പറയുന്നത്, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിച്ചു പോയതുമില്ല. സങ്കീർത്തനം 34:5 നമുക്ക് വളരെ പരിചിതമായ വേദഭാഗമാണ്. അപ്പൊ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നാം തിരിയണം. നാം പ്രസന്റ് ആകുവാനായിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ആദാമും ഹവ്വായും പാപം ചെയ്ത് നഗ്നരായി അവർക്ക് ആ ബോധ്യമുണ്ടായപ്പോൾ അവർ ദൈവസന്നിധിയിൽ നിന്ന് മാറി ദൂരേക്ക് പോയി വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചുവെങ്കിൽ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന വലിയ സാധ്യത, വലിയ അനുഗ്രഹം എന്താണ് എന്ന് ചോദിച്ചാൽ, നമുക്ക് അവന്റെ സന്നിധിയിലേക്ക് അനുതാപത്തോടെ മടങ്ങി വന്ന് ആ പഴയ യൂണിയനിലേക്ക് പ്രവേശിക്കുവാനായിട്ടുള്ള അവസരമാണ് ദൈവം നൽകിക്കൊണ്ടിരിക്കുന്നത്. നോമ്പ് അതുകൊണ്ട് തന്നെയാണ് അനുതാപത്തിന്റെ യാത്രയാണ്, ഒരു മടക്കയാത്രയാണ്. ആ മടക്കയാത്ര എങ്ങോട്ടാണ്? ദൈവത്തിന്റെ സാമീപ്യത്തിലേക്കുള്ള മടക്കയാത്രയാണ്. ഇത് നിരന്തരമായി നിർവഹിച്ചു കൊണ്ടിരുന്നെങ്കിലേ സാധിക്കുകയുള്ളൂ. നാം ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മുടെ സഭയുടെ പ്രാർത്ഥനകളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത് പ്രധാനമായും 7 യാമങ്ങളിലെ പ്രാർത്ഥനകളുണ്ട്. പരിശുദ്ധനായ പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇടവിടാതെ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. അങ്ങനെ ഇടവിടാതെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ബീയിങ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ് എന്നുള്ളതാണ്. ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് വരുന്നതിനെയാണ് പ്രാർത്ഥനയിലൂടെ നാം അർത്ഥമാക്കുന്നത്. അപ്പോൾ നിരന്തരം ഇടവിടാതെ പ്രാർത്ഥിച്ചാൽ, ഇടവിടാതെ ഒരു ബ്രേക്കുമില്ലാതെ നമുക്ക് ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിൽക്കുവാനായിട്ട് കഴിയും. ഒരുപക്ഷെ പ്രായോഗികമായി നമുക്ക് അതിന് സാധ്യമല്ല എന്നുള്ളത് കൊണ്ടുകൂടെയാകാം. പഴയ നിയമ ഒരു പശ്ചാത്തലത്തെ ഉദ്ധരിച്ചുകൊണ്ട് സഭ 7 യാമങ്ങളിലെ പ്രാർത്ഥനകൾക്കായി പ്രാർത്ഥനാ ജീവിതത്തെ ക്രമീകരിച്ചിരിക്കുന്നു. 119-ാം സങ്കീർത്തനം 164-ാമത്തെ വാക്യത്തിലാണ് 7 പ്രാവശ്യം ദൈവത്തെ സ്തുതിക്കുന്നതിനെ കുറിച്ച് സങ്കീർത്തനക്കാരൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ഒരുപക്ഷെ ആ പശ്ചാത്തലം കൂടെ കണ്ടുകൊണ്ടാകാം സഭയുടെ പ്രാർത്ഥനകളെ 7 യാമങ്ങളായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. എല്ലാവർക്കും അറിവുള്ളതുപോലെ സന്ധ്യാപ്രാർത്ഥനയോടുകൂടെയാണ് ആ സൈക്കിൾ ആരംഭിക്കുന്നത്. സന്ധ്യ, സൂത്താറ, പാതിരാത്രി, പ്രഭാതം, 3-ാം മണി, 6-ാം മണി, 9-ാം മണി. അതിന്റെ സമയ ദൈർഘ്യത്തെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് ക്രമീകരിക്കാം. സന്ധ്യാ നമസ്കാരത്തിനും സൂത്താറ നമസ്കാരത്തിനും ഇടയ്ക്കുള്ള മണിക്കൂറുകൾ 3 എന്ന് വെക്കുക. സൂത്താറായും പാതിരാത്രിയും തമ്മിലുള്ള ആ വ്യത്യാസവും 3 മണിക്കൂറാണ്. ഒരുപക്ഷെ നമുക്ക് വേണമെങ്കിൽ പാതിരാത്രിയും പ്രഭാതവും തമ്മിലുള്ള ആ ദൈർഘ്യത്തെ 6 മണിക്കൂറായിട്ട് കാണാൻ. കാരണം അത് ഉറങ്ങുവാനുള്ള, വിശ്രമിക്കുവാനുള്ള സമയമായി. വീണ്ടും 6 മണിയുടെ പ്രാർത്ഥന കഴിഞ്ഞാൽ 3-ാം മണി നമസ്കാരം നടക്കുന്നത് രാവിലെ 9 മണിക്ക്. ഉച്ച നമസ്കാരം അല്ലെങ്കിൽ 6-ാം മണി നമസ്കാരം നടക്കുന്നത് ഉച്ചയ്ക്ക് 12 മണിക്ക്. അതിനുശേഷം 9-ാം മണി നമസ്കാരം നടക്കുന്നത് ഉച്ച കഴിഞ്ഞ് 3 മണിക്ക്. അങ്ങനെ 3 മണിക്കൂറുകൾ ഇടവിട്ടുള്ള
പ്രാർത്ഥനാ ക്രമീകരണങ്ങൾ 7 യാമങ്ങളിലായും അതിൽ തന്നെ പാതിരാത്രിയും പ്രഭാതവും തമ്മിലുള്ള ഡിസ്റ്റൻസ് 6 മണിക്കൂറായും ക്രമീകരിച്ചിരിക്കുന്നതിനെ ഞാൻ ഇങ്ങനെ വ്യാഖ്യാനിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ പാതിരാത്രിയുടെ നമസ്കാരവും പ്രഭാത നമസ്കാരവും തമ്മിലുള്ള 6 മണിക്കൂർ ദൈർഘ്യം വിശ്രമിക്കുവാനും ഉറങ്ങുവാനും മാറ്റിവെക്കുന്നു എങ്കിൽ ബാക്കിയുള്ള എല്ലാ യാമങ്ങളുടെയും മണിക്കൂറുകളുടെ വ്യത്യാസം 3 മണിക്കൂറായി കണക്കാക്കിയാൽ അതിന്റെ അർത്ഥം എന്താണ്? ഓരോ 3 മണിക്കൂർ കഴിയുമ്പോഴും നാം ദൈവ സാന്നിധ്യത്തിലേക്ക് മടങ്ങി വരിക എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം. ഉദാഹരണം പറഞ്ഞാൽ, രാവിലെ 6 മണിക്ക് പ്രാർത്ഥിക്കുന്ന ഒരാൾ 3-ാം മണി നമസ്കാരം വീണ്ടും നടത്തുന്നുവെങ്കിൽ രാവിലെ 9 മണിക്ക് വീണ്ടും ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് മടങ്ങി വരുവാനായിട്ടുള്ള ഒരു ക്രമീകരണം. അത് കഴിഞ്ഞാൽ വീണ്ടും ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോഴേക്കും വീണ്ടും ദൈവ സാന്നിധ്യത്തിലേക്ക് മടങ്ങി വരുവാനായിട്ടുള്ള സഭയുടെ ക്രമീകരണം. അതുകൊണ്ടുണ്ടാകുന്ന ഗുണം എന്താണ്? നാം എപ്പോഴെങ്കിലും അത് ആലോചിച്ചിട്ടുണ്ടോ എന്നെനിക്കറിയുകയില്ല. ഞാൻ പറയും, പിന്നെ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് മാറിപ്പോകുവാനോ ലോകത്തിലേക്ക് അധികം സഞ്ചരിക്കുവാനോ പാപത്തിലേക്ക് അധികം വീഴുവാനോ പിന്നെ നമുക്ക് സമയമില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് യാമപ്രാർത്ഥനകൾ കൃത്യമായി നാം നിർവഹിച്ചാൽ ദൈവത്തിന്റെ സാന്നിധ്യവും വിശുദ്ധ ജീവിതവും നമുക്ക് അനുഭവിക്കുവാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ് ഈ സൈക്കിളിനെ ഇങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് നിരന്തരമായി മടങ്ങി വരിക എന്നുള്ളത്, ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ ജോലി ഉള്ളവരും കുടുംബസ്ഥരുമായ ആളുകൾ ചോദിക്കാം, തിരുമേനി, ഇത് പ്രായോഗികമാണോ? ഞങ്ങൾക്ക് പ്രായോഗികമായി ചെയ്യുന്നവരുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ സഭയിലെ ആശ്രമങ്ങളിൽ, മഠങ്ങളിൽ ഒക്കെ ആ വിധത്തിലൊക്കെ ക്രമീകരണങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ പാതിരാത്രിയുടേത് മാത്രം പ്രഭാതത്തോട് ചേർത്ത് ചൊല്ലുന്ന ഒരു രീതിയൊക്കെയുണ്ട്. എന്നാൽ കുടുംബസ്ഥർക്കും ജോലി ചെയ്യുന്നവർക്കും ഒക്കെ ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു പക്ഷേ നിങ്ങൾക്ക് ഫിസിക്കലി പ്രാർത്ഥനയ്ക്കായിട്ട് നിൽക്കുവാൻ ഈ 3 മണിക്കൂർ ഇടവിട്ട് സാധിക്കുകയില്ല എങ്കിലും മെന്റലി, ഇമോഷണലി, സ്പിരിച്വലി ആ സമയങ്ങളിൽ ദൈവ സാന്നിധ്യത്തിലേക്ക് വരുവാൻ കഴിയുമെങ്കിൽ പാപത്തിലേക്ക് വീഴാതെ ലോകത്തിലേക്ക് അധികം മാറിപ്പോകാതെ നമുക്ക് നമ്മുടെ ജീവിതത്തെ സൂക്ഷിക്കുവാൻ കഴിയും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടി പറയട്ടെ, കഴിയുമെങ്കിൽ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും സമയം കിട്ടുമ്പോഴൊക്കെ പ്രാർത്ഥിക്കുക. എന്നാൽ ഈ യാമങ്ങളിലെ പ്രാർത്ഥനകളിൽ ഞാൻ അടിവരയിട്ട് പറയുന്നു, ഒരു കുടുംബജീവിതം നയിക്കുന്നവർ ഏറ്റവും കുറഞ്ഞത് രാവിലെയും വൈകുന്നേരവും ഫിസിക്കലായിട്ട് തന്നെ പ്രസന്റ് ആകണം. ബാക്കിയുള്ള യാമങ്ങളിൽ മെന്റലി, സ്പിരിച്വലി, ഇമോഷണലി നിങ്ങൾ ജോലി ചെയ്യുകയായിരിക്കാം, നിങ്ങൾ യാത്ര ചെയ്യുകയായിരിക്കാം. പക്ഷെ രാവിലെ 9 മണിയാകുമ്പോൾ കർത്താവിന്റെ സാന്നിധ്യത്തിലേക്ക് നമുക്ക് ഒന്ന് മടങ്ങി വരുവാനായിട്ടുള്ളൊരു മനസ്സുണ്ടാകുമെങ്കിൽ നമ്മുടെ ജീവിതം അർത്ഥപൂർണമായി പ്രകാശിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ മുസ്ലിം സഹോദരങ്ങളെ, അവരുടെ പ്രാർത്ഥനകളെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അവർക്ക് 5 നേരം നിസ്കരിക്കുവാനായിട്ടുണ്ട്. അതവർ യാത്ര ചെയ്താലും ചെയ്യാറുണ്ട്. അവർ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഏതെങ്കിലും കാര്യത്തിൽ ഏർപ്പെട്ടിരുന്നാൽ പോലും നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം. നിങ്ങളുടെ മുസ്ലിം സ്നേഹിതർ അവരുടെ, പ്രത്യേകിച്ചും അവരുടെ നോമ്പ് കാലങ്ങളിലൊക്കെ എങ്ങനെയാണ് ഇതിനെ സമീപിച്ചിരിക്കുന്നത് എന്നുള്ളത് ഞാൻ പറയുവാനായിട്ട് ശ്രമിച്ചത്. ഒരുപക്ഷെ നാം ഇതിനെ വളരെ കാഷ്വലായിട്ട് കാണുന്നത് കൊണ്ടാണ് ദൈവ സാന്നിധ്യത്തിൽ നിന്നും നാം കുറെയെങ്കിലും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, മാറിപ്പോകുന്നുണ്ടെങ്കിൽ അതിന് കാരണമായിട്ട് ഞാൻ പറയുവാനായിട്ട് ശ്രമിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ സഭയുടെ യാമപ്രാർത്ഥനകൾ നിർവഹിച്ചാൽ തന്നെ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതെ നമ്മെ സൂക്ഷിക്കുവാനായിട്ട് കഴിയും. നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പാപത്തിന്റെ അവസ്ഥ, ബീയിങ് ആബ്സെന്റ്, സാമീപ്യത്തിൽ നിന്നുള്ള വിട്ടുപോരൽ എന്നുള്ളത് കൊണ്ടാണ് പ്രാർത്ഥന, പ്രത്യേകിച്ചും യാമപ്രാർത്ഥനകളിലെ ഈ ധ്യാനം നിങ്ങളുടെ മുമ്പാകെ ഞാൻ അവതരിപ്പിച്ചത്. ഒന്ന് പരിശ്രമിച്ചു നോക്കുക. ഫിസിക്കലി നമുക്ക്
വന്ന് പ്രസന്റായി പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിലും ഇമോഷണലി ആൻഡ് സ്പിരിച്വലി അതിന് സാധിക്കുമോ എന്നുള്ളത് കാര്യമായിട്ട് പരിഗണിക്കേണ്ട ഒരു വിഷയമാണ്. ഉൽപ്പത്തി പുസ്തകത്തിലെ ഈ വേദഭാഗം നാം ധ്യാനിക്കുമ്പോൾ തന്നെ അവിടെ മറ്റൊരു ആബ്സൻസിനെ കുറിച്ച് വേദപുസ്തകം പറയുന്നതും നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ വളരെ പ്രസക്തമാണ് എന്നുള്ളത് കൊണ്ട് അതുകൂടെ പറഞ്ഞു പോകട്ടെ. ഉൽപ്പത്തി പുസ്തകത്തിൽ 3-ാം അധ്യായത്തിലാണ് ആദാമും ഹവ്വായും തമ്മിലുള്ള ഒരു ആബ്സെൻസ് അല്ലെങ്കിൽ അകൽച്ച നാം കാണുന്നത്. യഹോവയായ ദൈവം ആദാമിന് ഒരു സ്യൂട്ടബിൾ പാർട്ട്ണറായി ഹവ്വായെ സൃഷ്ടിച്ച് കൊടുത്തതാണ്, ഒരുമിച്ചിരിക്കുവാൻ. കാരണം ആദാം ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്ന് കണ്ട് അവന് തക്ക ഒരു തുണയായിട്ടാണ് ഹവ്വായെ സൃഷ്ടിച്ചാക്കിയത്. എന്നും പറഞ്ഞാൽ അതിന്റെ പർപ്പസ് എന്തായിരുന്നു? അവർ ഒരുമിച്ചിരിക്കണം എന്നുള്ളതാണ്. ബീയിങ് ഇൻ ദ പ്രസൻസ്, അവർ തമ്മിലുള്ള പ്രസൻസ് മാത്രമല്ല, പിന്നെ അവർ ദൈവത്തോട് കൂടെ ഇരിക്കണം എന്നുള്ളത് കൂടെയായിരുന്നു. ഇവിടെയാണ് നാം പരിശോധിക്കേണ്ടത്. ഹവ്വ ആബ്സെന്റ് ആവുകയാണ്. തന്റെ ഭർത്താവിന്റെ സാന്നിധ്യത്തിൽ നിന്ന് ആബ്സെന്റായി മറ്റൊരു വഴിയിലൂടെ സഞ്ചരിച്ചപ്പോൾ സംഭവിച്ചതാണ് പിശാചിന്റെ, സാത്താന്റെ വലയിൽപ്പെട്ടു എന്നുള്ളത്. പിശാച് അവളുടെ ബുദ്ധിയെയും വികാരത്തെയും ആഗ്രഹങ്ങളെയും എല്ലാം പാപത്തിലേക്ക് നയിക്കുകയാണ്, ഉയർത്തുകയാണ്. പിശാച് അവൾക്ക് കാണിച്ചു കൊടുക്കുന്ന ആ ഫലത്തെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നത്, തിന്നുവാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിക്കുവാൻ കാമ്യമുള്ളതും എന്ന് സ്ത്രീ കണ്ട് പറിച്ച് തിന്നു എന്നുള്ളതാണ്. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് മാറി എന്ന് മാത്രമല്ല, ദൈവം കൂട്ടാളിയായി കൊടുത്തവന്റെ സാന്നിധ്യത്തിൽ നിന്നും മാറിപ്പോയതാണ് ഈ സൗന്ദര്യത്തിന്റെ പിന്നാലെയുള്ള പോക്കിന്റെ കാരണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് കുടുംബജീവിതവുമായും ബന്ധപ്പെട്ട ഒരു വിഷയം കൂടെയാണ്. 26 വർഷത്തോളമായി വൈദിക ശുശ്രൂഷയിൽ പ്രവേശിച്ചിട്ട് കുടുംബജീവിതത്തിന്റെ മഹത്വം ധാരാളം ഉയർത്തിപ്പിടിച്ച് വളരെ വിശുദ്ധരായി ജീവിക്കുന്ന ഭാര്യഭർത്താക്കന്മാരെ, അവരെയാണ് കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത്. എന്നാൽ ഈ കാലഘട്ടത്തിൽ അതിൽ നിന്ന് വളരെ വിഭിന്നമായി നാം ഈ ചിന്തിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുമിച്ചിരിക്കേണ്ട ഭാര്യയും ഭർത്താവും ആബ്സെന്റായി കാണാൻ ഭംഗിയുള്ള പലതിൻ്റെയും പിന്നാലെ പോയ ചില അനുഭവങ്ങൾ അതിന് സാക്ഷികളാകേണ്ടതായും എനിക്ക് വന്നിട്ടുണ്ട്. ഒരുമിച്ചിരിക്കുവാൻ എന്ന് പറഞ്ഞാൽ പ്രസന്റ് ആകുവാൻ, പ്രസന്റ് കൊടുക്കുവാൻ ഒക്കെ വിളിക്കപ്പെട്ടിരിക്കുന്ന ദമ്പതികൾ ചില ഭംഗിയുള്ള പഴം കണ്ട്, ചില ഭംഗിയുള്ള ആളുകളെ കണ്ട്, ചില അട്രാക്ഷൻസ് ഉണ്ടായി ജീവിത പങ്കാളിയിൽ നിന്ന് ആബ്സെന്റായി മാറി മറ്റ് ചിലരുടെ കൂടെ, മറ്റു ചിലതിൻ്റെ കൂടെ സഞ്ചരിക്കുന്നതിനും സാക്ഷിയായിട്ടുണ്ട്. സ്വന്തം ഭാര്യയും മക്കളുമുള്ള ഭർത്താവ് അങ്ങനെ മാറിപ്പോയതിന്റെ ചരിത്രം എനിക്കറിയാം. സ്വന്തം ഭർത്താവും കുഞ്ഞുങ്ങളുമുള്ള ഭാര്യ അവിടെ നിന്ന് ആബ്സെന്റായി, അവിടെ നിന്ന് മാറി കാണാൻ ഭംഗിയുള്ളവന്റെ കൂടെ പോയ ചരിത്രവും നമുക്കറിയാം. സ്വന്തം ഭാര്യയും കുഞ്ഞുങ്ങളും ഒക്കെ ഉള്ളപ്പോൾ, അല്ലെങ്കിൽ ജീവിത പങ്കാളിയും കുഞ്ഞുങ്ങളും ഉള്ളപ്പോൾ ആ ബന്ധത്തിൽ നിന്ന് മാറി മറ്റു ബന്ധങ്ങൾ, അതിനെയാണല്ലോ അവിഹിത ബന്ധം എന്ന് നാം പറയുന്നത്. സ്വന്തം ജീവിത പങ്കാളിയും കുഞ്ഞുങ്ങളുമുള്ള കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് ആബ്സെന്റ് ആവുക എന്ന് മാത്രമല്ല, പിന്നെയോ ആബ്സെന്റായി മറ്റ് അട്രാക്ഷൻസിലേക്ക് പോകുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിൽ പാപത്തെക്കുറിച്ചുള്ള നമ്മുടെ ഈ ധ്യാനത്തിൽ ഈ കോണ്ടെക്സ്റ്റ് വളരെ പ്രസക്തമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുമിച്ചിരിക്കേണ്ടവർ ഒറ്റയ്ക്ക് പഴം കഴിക്കുവാൻ പോയതിന്റെ ചരിത്രമാണ് ഞാൻ പറഞ്ഞത്.
അല്ലെങ്കിൽ ഇപ്പോൾ പോകുന്നവരെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ പോകാൻ പല കാരണങ്ങളുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിലൊരു പ്രധാന കാരണം, പ്രത്യേകിച്ചും എന്നെ കേൾക്കുന്ന ദമ്പതികൾ, പ്രത്യേകാൽ യുവദമ്പതികൾ പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. ചിലർ ഫിസിക്കലി പ്രസന്റ് ആണ്, പക്ഷേ മെന്റലി ആൻഡ് ഇമോഷണലി ദേ ആർ ആബ്സെന്റ്. വീട്ടിലുണ്ട്, ശരീരപ്രകാരം വീട്ടിലുണ്ട്, പക്ഷെ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ വേണ്ടതായിട്ടുള്ള മെന്റൽ ആൻഡ് ഇമോഷണൽ പ്രസൻസ് ഒരു ജീവിത പങ്കാളിക്ക് നഷ്ടപ്പെട്ടു എന്ന് തോന്നിയാൽ ഉണ്ടാകാമാകുന്ന ഒരു അപകടമാണ് ഈ പറയുന്ന അബദ്ധസഞ്ചാരം, അവിഹിത ബന്ധം. അതോട് ചേർത്താണ് ഈ ശുശ്രൂഷയിൽ വന്നപ്പോഴാണ് മനസ്സിലാക്കിയത്, ലിസണിങ് എന്ന് പറയുന്നത് ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. ജീവിത പങ്കാളിക്ക് തോന്നുകയാണ് എന്നെ കേൾക്കുന്നില്ല എന്ന്, എന്നെ മനസ്സിലാക്കുന്നില്ല എന്ന് തോന്നിയാലും അതിനങ്ങേപ്പുറത്തേക്ക് ഒരുപക്ഷെ മനസ്സിലാക്കുന്നുണ്ടെന്നോ കേൾക്കുന്നുണ്ടെന്നോ തോന്നുന്ന ഒരാളിന്റെ അടുക്കലേക്കുള്ള ഒരു ഈ സഞ്ചാരം ഈ ലോകത്തിൽ നടക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ടാമത്, ആബ്സെന്റ് ആകുവാനായിട്ടുള്ള പ്രധാന കാരണം ജീവിത പങ്കാളിയിൽ ഒരാളുടെ തിരക്ക് മതി മറ്റേ ജീവിത പങ്കാളിക്ക് ഈ ആൾ ആബ്സെന്റ് ആണ് എന്ന് തോന്നുവാനായിട്ട് തുടങ്ങും. അത് കുറെ നാളുകൾ കണ്ടിന്യൂ ചെയ്യുമ്പോഴുണ്ടാകാവുന്ന ഒരു റിയാക്ഷൻ ഉണ്ട്. ഞാനിതിനെ ഒന്നും അനുകൂലിക്കുകയല്ല, പക്ഷെ ഇത് സംഭവിക്കുന്നു എന്നാണ് എൻ്റെ ഒരു റീഡിങ്. മൂന്നാമതൊരു കാരണം ഞാൻ കാണുന്നത്, കുറെ നാൾ ഒരുമിച്ച് ജീവിച്ച് കഴിയുമ്പോൾ മടുപ്പ് തോന്നുക, കാണാൻ ഭംഗിയില്ലെന്ന് തോന്നുക, അത്ര അട്രാക്റ്റീവ് അല്ലാതെ എന്ന് തോന്നുക. അപ്പോൾ പിന്നെ സംഭവിക്കുന്നത് എന്താണ്? അതിന്റെ പിന്നാലെ എവിടെയെങ്കിലും ഒരു സാധ്യതയുണ്ടെങ്കിൽ അത് തേടിപ്പോകുന്ന ഒരു യാത്ര ഈ കാലഘട്ടത്തിൽ നടക്കുന്നുണ്ട്. മറ്റു പല കാരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുവാനായിട്ടുണ്ട്. പക്ഷെ നാം ഇന്ന് ചിന്തിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട്, ആബ്സെൻസുമായി ബന്ധപ്പെട്ട്, ബീയിങ് ആബ്സെന്റ് എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് ആദാമിന്റെയും ഹൗവായുടെയും കുടുംബജീവിതത്തിൽ സംഭവിച്ച അതേ വീഴ്ച ഈ കാലഘട്ടത്തിലെ കുടുംബങ്ങളിൽ സംഭവിക്കുകയും അതിന്റെ പിന്നാലെ ധാരാളം അപകടങ്ങൾ സംഭവിക്കുകയും ചെയ്യുകയാണ്. എന്താണ് അതിന്റെ പിന്നിലെ അപകടമെന്ന് നമുക്കറിയാം. കുടുംബങ്ങൾ തകരുകയാണ്. കുടുംബങ്ങൾ തകർന്നാൽ സംഭവിക്കുന്നത് ആ ഭവനത്തിലെ കുഞ്ഞുങ്ങൾ അനാഥരാവുകയാണ്. ഒരുപക്ഷെ ലീഗലി ചില റൈറ്റ്സ് ഒക്കെ നാം നേടിയെടുക്കാം, കുഞ്ഞുങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫിസിക്കലി അല്ലെങ്കിൽ അവരുടെ എഡ്യൂക്കേഷൻ മറ്റു കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാം. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു കുഞ്ഞുങ്ങൾ അനാഥരായി മാറുകയാണ്. ഇനിയും അങ്ങനെ സൗന്ദര്യത്തിന്റെ പിന്നാലെ പോയി ചതിക്കുഴിയിൽ വീണ സ്ത്രീ പുരുഷന്മാർ എത്ര എണ്ണമാണ്, അപകടത്തിൽപ്പെട്ടവർ എത്ര എണ്ണമാണ്, വിൽക്കപ്പെട്ടവർ എത്ര പേരാണ്. ഇങ്ങനെ ഈ ലോകത്തിൽ ആബ്സെൻസ് മൂലം സംഭവിക്കുന്ന കുടുംബജീവിതത്തിന്റെ പ്രതിസന്ധികൾ ഇത് ദിവസം തോറും നാം വാർത്താമാധ്യമങ്ങളിലൂടെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ദമ്പതികൾ, ചെറുപ്പക്കാർ, പ്രത്യേകിച്ചും ടീനേജേഴ്സ്, അവർ വിവാഹത്തിലേക്ക് പ്രവേശിച്ചില്ല എങ്കിലും ചതിക്കുഴികളിലേക്ക് പോകുന്നതിന്റെ ചരിത്രങ്ങളാണ് ദിവസം തോറും നാം വാർത്താമാധ്യമങ്ങളിൽ അറിയുന്നത്. ഒരുപക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾ ന്യൂസ് പേപ്പർ വായിക്കാത്തത് കൊണ്ടാണോ, ഇതിന്റെ ചതിക്കുഴികൾ മനസ്സിലാകാത്തത് കൊണ്ടാണോ, വീണ്ടും വീണ്ടും ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരാളുമായിട്ട് ഒരു ചാറ്റിംഗ് നടത്തി ഏതാനും ദിവസം ചാറ്റ് ചെയ്ത് കഴിയുമ്പോൾ തോന്നുകയാണ് ഇതാണ് ബെസ്റ്റ് എന്ന് തോന്നി അതിന്റെ പിന്നാലെ പോവുകയും അപകടങ്ങളിൽപ്പെട്ട് നഷ്ടപ്പെട്ടു പോയ ജീവിതങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരികയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ഹൗവ പഴത്തിന്റെ പിന്നാലെ പോയപ്പോൾ മനുഷ്യകുലത്തിലേക്ക് പാപം പ്രവേശിച്ചു. ഒരാൾ ആബ്സെന്റ് ആയാൽ ആ കുടുംബം തകരുമെന്ന് നമ്മെ പഠിപ്പിച്ചു. നാം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എനിക്ക് തോന്നുന്നു ഈ കോവിഡിന്റെ കാലഘട്ടം, ഈ മഹാമാരിയുടെ കാലഘട്ടം, പ്രത്യേകിച്ചും ലോക്ക്ഡൌണിന്റെ കാലഘട്ടം കുറെ അധികം പ്രതിസന്ധികൾ നമുക്ക് നൽകിയെങ്കിലും കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് ഞാൻ കണ്ട ഒരു കാര്യം, ഒരു കമ്മ്യൂണിയൻ വീണ്ടും പുനഃസൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. വേറെ എങ്ങും പോകാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ്.
വീട്ടിൽ ഒരുമിച്ചിരിക്കുന്നു, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു, കുഞ്ഞുങ്ങളുമായി ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നു, അവരുമായിട്ടിരുന്ന് കളിക്കുന്നു. അതിനെ പ്രയോജനപ്പെടുത്തിയ അനേകം കുടുംബങ്ങളുണ്ട് എന്നുകൂടെ ഞാൻ സന്തോഷത്തോടെ ഓർക്കുകയാണ്. അതുകൊണ്ട് ഈ കുടുംബജീവിതത്തിൽ ആബ്സെന്റ് ആവുക എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും ഞാൻ ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. ഞാൻ കുഞ്ഞുങ്ങളുടെയും യുവജനങ്ങളുടെയും ഇടയിൽ കുറേയധികം പ്രവർത്തിച്ചതുകൊണ്ട് ചില കുഞ്ഞുങ്ങളിൽ നിന്ന് വളരെ വിഷമത്തോട് കേൾക്കേണ്ട ആബ്സെൻസ് ഓഫ് പേരൻസ് ഇൻ ദ ഫാമിലി. മാതാപിതാക്കളെ വളരെ, ഞാനിത് പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുള്ളതാണ്, ഒരിക്കൽ കൂടി പറയുകയാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങളുമായി നിങ്ങൾക്ക് ലഭിക്കുന്ന ക്വാളിറ്റി ടൈം, ഞാനിപ്പോൾ വിശ്വസിക്കുന്നു അവർ 12ാം ക്ലാസ് പാസ്സാകുന്നിടം വരെയാണ് എന്നാണ്. 12ാം ക്ലാസ് പാസ്സായി കുറേയധികം കുട്ടികൾ ഹയർ സ്റ്റഡീസിന് പോകുന്നത് ഇപ്പോൾ നമ്മുടെ സമീപത്തുള്ള കോളേജുകളിലൊന്നുമല്ല, ഒരുപക്ഷെ കേരളത്തിന് വെളിയിൽ അല്ലെങ്കിൽ ഇന്ത്യക്ക് വെളിയിൽ. ഇനി ഇന്ത്യക്ക് വെളിയിലേക്ക് പോകുന്ന പല കുട്ടികളും പഠനം കഴിഞ്ഞ് അവിടെ തന്നെ സ്ഥിരതാമസക്കാരായി മാറുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ കുട്ടികളുടെ കൂടെ ക്വാളിറ്റി ടൈം മാക്സിമം സ്പെൻഡ് ചെയ്യുവാനായിട്ടുള്ള കാലം അവർ 12ാം ക്ലാസ് പാസ്സാകുന്നതിന് മുമ്പാണ്. നിങ്ങൾ ആബ്സെന്റ് ആകാതിരിക്കുവാൻ ശ്രദ്ധിക്കണമേ. വലിയ വീടുകൾ സമ്പാദിക്കുവാനും വലിയ വീടുകൾ നിർമ്മിക്കുവാനും വലിയ ആഡംബരങ്ങളുടെ പിന്നാലെ പോകുവാനും നിങ്ങൾ പരിശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് നഷ്ടമായി പോകുന്നത് ഈ പ്രസൻസ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് യുവർ ചിൽഡ്രൻ ആണ്. അത് നഷ്ടപ്പെടുത്തി നിങ്ങൾ വലിയ വീടുകളും അല്ലെങ്കിൽ സാമ്പത്തിക ഭദ്രതയും ഒക്കെ കൈവരുത്തി. ഇതെല്ലാം തെറ്റാണ് എന്നല്ല തിരുമേനി പറയുന്നു. പക്ഷെ നിങ്ങളുടെ കുടുംബം നഷ്ടപ്പെടുത്തി നിങ്ങൾ വീടുകൾ നിർമ്മിക്കുവാനായിട്ടുള്ള യാത്രകൾ ശരിയല്ല എന്ന് ഞാൻ പറയുന്നു. കുടുംബം എന്ന് പറയുന്നത് കൂടി ഇരിക്കുമ്പോൾ സന്തോഷമുള്ളതാണ്. അതിന് ക്വാളിറ്റി ടൈം ഉണ്ടായേ പറ്റുകയുള്ളൂ. നമുക്കിന്ന് വലിയ വീടുകളുണ്ട്, നല്ല കുടുംബങ്ങളുണ്ടോ? ജനറലൈസ് ചെയ്യുന്നില്ല. ഓരോരുത്തരും പരിശോധിക്കണം, എൻ്റേത് ഒരു വീട് മാത്രമാണോ അതോ എൻ്റേതൊരു നല്ല കുടുംബമാണോ എന്നുള്ളത്. അവിടെ നമ്മുടെ പ്രസൻസ് ആവശ്യമുണ്ട്, അവിടെ നമ്മുടെ ക്വാളിറ്റി ടൈം ആവശ്യമുണ്ട്. അതുകൊണ്ട് ആദാമും ഹവ്വായും ഒരുമിച്ച് ജീവിക്കുവാനായിട്ട്, ഏകനായിരിക്കുന്നത് നല്ലതെന്ന് കണ്ട് ഒരു കമ്മ്യൂണിയനിലേക്ക് കുടുംബജീവിതത്തിലൂടെ പ്രവേശിപ്പിച്ച യഹോവയായ ദൈവത്തിന്റെ പദ്ധതിക്ക് വിരുദ്ധമായി ആബ്സെന്റായി മാറി എന്നുള്ളതാണ് ആ കുടുംബത്തിൽ പറ്റിയ പ്രതിസന്ധിയെങ്കിൽ അതേ പാപം തന്നെ നാം ഇന്ന് റിപ്പീറ്റ് ചെയ്യുകയാണ്. നമ്മുടെ കുടുംബങ്ങൾ ഒരു പ്രതിസന്ധിയിൽ നിൽക്കുകയാണ് എന്നുള്ളത് ഓർമ്മിപ്പിക്കട്ടെ. വേദപുസ്തകത്തിലെ മറ്റൊരു ചിന്ത നിങ്ങളോട് ചേർത്ത്, ഈ വിഷയത്തോട് ചേർത്ത് പങ്കുവെക്കട്ടെ. അത് നമുക്കെല്ലാവർക്കും പരിചയമുള്ള വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 15ാം അധ്യായത്തിലെ മുടിയനായ പുത്രനാണ്. 13ാം വാക്യത്തിൽ വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 15ാം അധ്യായം 13ാം വാക്യത്തിൽ നാം വായിക്കുന്നത് സകലവും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി എന്നാണ്. ഈ മകൻ പിതാവിനോട് ആവശ്യപ്പെടുന്നത് വിഭജിക്കുവാനായിട്ടാണ്, പങ്കിടുവാനായിട്ടാണ്. പങ്കിടുക എന്ന് പറയുന്ന നല്ല വാക്കാണ്. വിഭജിക്കുവാനായിട്ടാണ്. അങ്ങനെ വിഭജിച്ച് കിട്ടിയതുമായി അവൻ ചെയ്തതെന്താണ്? സകലവും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി എന്ന് പറഞ്ഞാൽ അവൻ ആബ്സെന്റായി. അവന്റെ വീട്ടിൽ അവൻ പോവുകയാണ്. 2 തലങ്ങളിൽ വേണം നാം അതിനെ കാണുവാൻ എന്നെനിക്ക് തോന്നുന്നു. അവൻ ആബ്സെന്റ് ആയത് അവന്റെ പിതാവിന്റെ സാന്നിധ്യത്തിൽ നിന്നാണ്. അവൻ ആബ്സെന്റ് ആയത് അവന്റെ സഹോദരന്റെ സാന്നിധ്യത്തിൽ നിന്നാണ്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ആ കുടുംബത്തിൽ ഈ 3 പേരെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ എന്നുള്ളത്, അതിന്റെ പശ്ചാത്തലമൊക്കെ വിശദീകരിക്കുവാനായിട്ട് നമുക്ക് സമയമില്ല. അവിടെ 2 പേർ കൂടെ ഉണ്ടായിരുന്നു അവന്റെ കൂടെ. അത് അവന്റെ പിതാവും അവന്റെ സഹോദരനുമായിരുന്നു. അവന്റെ പിതാവിന്റെ സാന്നിധ്യത്തിൽ നിന്ന് മാറിപ്പോവുകയാണ്, അവന്റെ സഹോദരന്റെ സാന്നിധ്യത്തിൽ നിന്ന് മാറിപ്പോവുകയാണ്. അതിനെ ഞാൻ മറ്റൊരു വിധത്തിൽ കൂടെ വ്യാഖ്യാനിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പിതാവിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും മാറി ആബ്സെന്റ് ആകുന്ന ഒരു പുത്രൻ, സഹോദരനോടുള്ള ഉത്തരവാദിത്വത്തിൽ നിന്നും, റെസ്പോൺസിബിലിറ്റിയിൽ നിന്നും മാറി ആബ്സെന്റ് ആകുന്ന ഒരു പുത്രനെ നാം ഇവിടെ കാണുന്നുണ്ട്.
ഈ ആബ്സെൻസ് ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ ഇല്ലേ എന്നുള്ളത് പരിശോധിക്കണം. വീണ്ടും ഞാൻ പറയട്ടെ, ഞാൻ ജനറലൈസ് ചെയ്യുന്നില്ല. എന്നാൽ ഞാൻ ചില ജീവിതങ്ങളെ കണ്ടിട്ടുണ്ട്. മക്കൾ ആബ്സെന്റ് ആയി പോയതിന്റെ ദുഃഖത്തിൽ കഴിയുന്ന മാതാപിതാക്കളെ ഈ ശുശ്രൂഷ കാലത്ത് നേരിട്ട് കണ്ടിട്ടുള്ളതും അവരുടെ വ്യസനം നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതിന്റെയും അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. എന്ത് വൃദ്ധമന്ദിരങ്ങളാണ് നമുക്ക് ചുറ്റും ഉയർന്നു വരുന്നത്. ആ വൃദ്ധമന്ദിരങ്ങൾ സന്ദർശിക്കുമ്പോൾ അവിടെ നിന്ന് കേൾക്കുന്ന ദുഃഖത്തിന്റെ അലയടികൾ നമ്മുടെ ചെവിയിലും മനസ്സിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഒരു വൃദ്ധമന്ദിരത്തിൽ സന്ദർശകനായി ചെന്നപ്പോൾ കാണാൻ ഐശ്വര്യമുള്ള കലയുള്ള ഒരമ്മച്ചി കരഞ്ഞുകൊണ്ട് പറഞ്ഞത് ഇന്നും ഓർക്കുന്നുണ്ട്. ഇവിടെ കൊണ്ടെന്ന് എന്നെ ഏൽപ്പിച്ചിട്ട് പൊക്കളഞ്ഞു എന്നാണ് പറഞ്ഞത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട മക്കൾ, ഇത് കാര്യമായിട്ടൊന്ന് ചിന്തിക്കേണ്ട വിഷയമാണ്. ഒരുപക്ഷെ നാം അതിന് നൽകുന്ന ഒരു എക്സ്ക്യൂസ് നമ്മുടെ മക്കളുടെ കാര്യം നോക്കണം, നമ്മുടെ കുടുംബം നോക്കണം, നമ്മുടെ ജോലി കാര്യങ്ങൾ നോക്കണം, പിന്നെ എവിടെയാണ് അപ്പനെയും അമ്മയും നോക്കുവാനെന്നുള്ള ഒരു എക്സ്ക്യൂസാണ് പലപ്പോഴും മുന്നോട്ട് വെക്കുന്നത്. മനസ്സില്ലായ്മയൊക്കെ തീർച്ചയായിട്ടും അതിന്റെ കൂട്ടത്തിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് ആയിട്ടുണ്ട്. എന്നാൽ സമയമില്ല, എൻ്റെ കുടുംബം നോക്കണം എന്നുള്ള ഈ എക്സ്ക്യൂസ് പറയുമ്പോൾ കാര്യമായിട്ട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നുള്ള യാതൊരു സൗകര്യങ്ങളും സാമ്പത്തിക ഭദ്രതയും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ മാതാപിതാക്കൾ അവരുടെ കുടുംബം സംരക്ഷിച്ചു നിർത്തിയതും ഈ മക്കളെ പട്ടിണി അറിയാതെ വളർത്തിയതും കഴിവുള്ളിടത്തോളം വിദ്യാഭ്യാസം അവർക്ക് നൽകിയതും ഒരിക്കൽ പോലും അവർ എണ്ണമിട്ട് അക്കമിട്ട് പറയാറില്ല, അതൊരു എക്സ്ക്യൂസായിട്ട് നിരത്താറുമില്ല. ഇതിന്റെ എല്ലാം മധ്യത്തിലൂടെയാണ് ഈ മക്കളെ അവർ വളർത്തിക്കൊണ്ടുവന്നത്. മക്കൾ വളർന്ന് മാതാപിതാക്കന്മാരുടെ സാന്നിധ്യമായി നിൽക്കേണ്ട സമയം, ഇതൊക്കെ പറയുമ്പോൾ ധാരാളം വിമർശനങ്ങൾ ഞാൻ നേരിടേണ്ടി വരും എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ പറയാതെ നിർവാഹമില്ല. ആരാണ് പിന്നെ ഇവരെ നോക്കേണ്ടത്? ആരാണ് ഇവരുടെ കടമകൾ നിർവഹിക്കേണ്ടത്? ഇത് മക്കൾ കാര്യമായിട്ട് പരിഗണിക്കേണ്ടതായിട്ടുള്ള ഒന്നാണ്. ഇല്ലെങ്കിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഇതൊരു സൈക്കിളാണല്ലോ, തിരിച്ചു വരാൻ തീർച്ചയായിട്ടും സാധ്യതയുണ്ട്. നിങ്ങൾ അവരുടെ ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഇപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളിൽ നിന്ന് ആബ്സെന്റ് ആയി പോകുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന വ്യഥ എന്താണ്? നിങ്ങളുടെ മാനസികാവസ്ഥ എന്താണ്? അതൊന്ന് മനസ്സിലാക്കുവാനായിട്ടുള്ള ഒരു അവസരം കൂടെയാണ് ഇത് എന്നുള്ളത്. ബീയിങ് ആബ്സെന്റ് ഫ്രം യുവർ പേരൻസ് ഈസ് ഓൾസോ എ സിൻ. ദാറ്റ് ഈസ് ഹമാട്ടിയ. അത് ഒരു പാപമായി കൺസിഡർ ചെയ്യപ്പെടുന്നില്ല. അതിന്റെ എക്സ്ട്രീം ലെവലിൽ സഞ്ചരിച്ച മക്കളുണ്ട്. അമ്മയെ കൊന്നവരും അപ്പന്റെ നെഞ്ചത്ത് ചവിട്ടിയവരും വീട്ടിൽ നിന്ന് തള്ളി പുറത്താക്കി വഴിയിൽ വിട്ടവരും അതിന്റെ ഒക്കെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. പഴയ കാലത്തും ഈ പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത് വളരെ രൂക്ഷമായി വളർന്നു വരുന്ന ഒരു കാലഘട്ടം. ബീയിങ് ഇൻ ദ പ്രസൻസ് ഓഫ് യുവർ പേരൻസ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി. ഒരു മകൻ ഒരു മകൾ എന്നുള്ള നിലയിൽ ആബ്സെന്റ് ആകുവാനായിട്ടല്ല, പിന്നെ പ്രസന്റ് ആകുവാനായിട്ടുള്ള ഒരു ദൗത്യവും ഒരു ഉത്തരവാദിത്വവും മക്കൾക്കുണ്ട് എന്നുള്ളത് ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വാർദ്ധക്യത്തിലെ വല്ലായ്മകളെ കാര്യമായി മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഗർഭിണിയായ ഗർഭാവസ്ഥയുടെ ആദ്യ നാളുകളിൽ ഉണ്ടാകാവുന്ന എല്ലാ ശാരീരിക പ്രയാസങ്ങളെയും തൃണവൽക്കരിച്ച് പ്രായമായ എലിസബത്തിന്റെ അടുക്കലേക്ക് മറിയം യാത്ര ചെയ്തതും 3 മാസം അവിടെ ചെന്ന് അവളെ ശുശ്രൂഷിച്ചതും എന്നുള്ളതുകൂടെ ചേർത്ത് വേണം നാം ഈ വിഷയത്തെ ധ്യാനിക്കുവാനായിട്ട്. ഒറ്റപ്പെട്ടു പോയ ഒരമ്മയുടെ അടുക്കലേക്കുള്ള യാത്ര, വാർദ്ധക്യത്തിൽ ഗർഭിണിയായതിന്റെ അസ്വസ്ഥതകളിലേക്ക്
ഒരു ബാലിക, ഒരു പെൺകുട്ടി അവളുടെ അസ്വസ്ഥതകളെയും അവളുടെ ബുദ്ധിമുട്ടുകളെയും മറന്ന് യഹൂദ മലനാട്ടിലേക്ക് സഞ്ചരിച്ച സഞ്ചാരം, മാതാപിതാക്കളെ അവഗണിച്ച് അല്ലെങ്കിൽ അതിന് ധാരാളം എക്സ്ക്യൂസുകൾ പറഞ്ഞ് ജീവിക്കുന്ന മക്കൾ കാര്യമായി പരിഗണിക്കണം, കാര്യമായി ധ്യാനിക്കണമെന്ന് ചേർത്ത് ഞാൻ ഇതിനോട് പറയുകയാണ്. മുടിയനായ പുത്രൻ ആബ്സെന്റ് ആയത് അവന്റെ സഹോദരനിൽ നിന്നുകൂടെയാണ്. ആ വീട്ടിൽ അവനൊരു സഹോദരനുണ്ട്. അവൻ ദൂരദേശത്തേക്ക് പോയപ്പോൾ അവന്റെ സഹോദരന്റെ സാന്നിധ്യത്തിൽ നിന്ന്, അവന്റെ സഹോദരനോടുള്ള ഉത്തരവാദിത്വങ്ങളിൽ നിന്നുള്ള മാറിപ്പോക്കാണ്. ആരാണ് ഇനി അവനെ നോക്കുന്നത്? അവന് തുടർന്നുള്ള വേദഭാഗം വായിച്ചാൽ അറിയാം, ആ കുടുംബത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ആ വീട്ടിലുള്ള മകന്റെ ചുമലിൽ വരുന്നതായിട്ട് നാം കാണുന്നുണ്ട്. സകലവും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് പോയവൻ തനിക്ക് ലഭിച്ചിരുന്നതൊക്കെ ചെലവഴിച്ചു കഴിയുമ്പോഴും ഇവിടെ ഈ മകൻ അവൻ കംപ്ലൈന്റ് പറയുന്നുണ്ട് പിതാവിനോട്, മുടിയൻ പുത്രൻ തിരികെ വരുന്നുടനെ എനിക്ക് വേണ്ടി ഒരു ചെറിയ സന്തോഷമെങ്കിലും പങ്കുവെക്കുവാൻ കഴിഞ്ഞില്ല എന്നുള്ളത്. പ്രിയമുള്ളവരെ, സഹോദരങ്ങളിൽ നിന്ന് ആബ്സെന്റായി സഹോദരങ്ങളോടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കാത്ത സഹോദരങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഈ വീട്ടിലെ മുടിയനായ പുത്രന്റെ വീട്ടിലെ വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ പറഞ്ഞ ഭവനത്തിലെ അപ്പനോട് ചേർന്ന് എപ്പോഴും ജീവിച്ച ഒരു മകന്റെ അവസ്ഥയിൽ ജീവിക്കുന്ന ചില സഹോദരങ്ങളെ നിങ്ങളൊന്ന് കാണണം എന്ന് ഞാൻ പറയും. ഞാനിതിനെ കുറച്ചുകൂടെ ആലങ്കാരികമായോ കാര്യമായിട്ടോ തന്നെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. പഴയ നിയമത്തിലെ യൗസേപ്പിനെ പോലെ പൊട്ടക്കിണറ്റിൽ വീണുപോയ പൊട്ടന്മാരായ പൊട്ടികളായ ചില സഹോദരങ്ങളുണ്ട് ഇന്നും വീട്ടിൽ. ഞാൻ അവരെ അങ്ങനെ വിളിക്കാൻ കാരണം എന്താണെന്നറിയാം? അത് മിക്കവാറും ആ വീട്ടിലെ മൂത്ത പുത്രനോ മൂത്ത പുത്രിയോ ആയിരിക്കും. അവർ ഒരു പക്ഷേ നല്ല വിദ്യാഭ്യാസം നടത്തി കാണില്ല. കാരണം എന്താണ്? തനിക്ക് താഴെയുള്ളവർക്ക് വിദ്യാഭ്യാസം ലഭിക്കണം എന്നുള്ള ഒരു ചിന്ത അവർക്കുണ്ടായിരുന്നു. അവർ ആ സമയം വീട്ടിലെ പണിയോ മറ്റു പണികളോ ചെയ്ത് അനുജനെയും അനുജത്തിയെയും വിദ്യാഭ്യാസം നൽകി വളർത്തിക്കൊണ്ടുവരികയായിരുന്നു, അപ്പനോടും അമ്മയോടും ചേർന്ന്. ഒരുപക്ഷെ അവർ നല്ല ഭക്ഷണം പോലും കഴിച്ചു കാണില്ല. അനുജനും അനുജത്തിക്കും വേണ്ടി മാറ്റിവെച്ചു അവർ. അങ്ങനെ അനുജനും അനുജത്തിയും ഭക്ഷണമൊക്കെ കഴിച്ച് ആരോഗ്യവും സൗന്ദര്യമുള്ളവരും വിദ്യാഭ്യാസവും ജോലിയുമുള്ളവരും ഒക്കെയായി ജീവിക്കുമ്പോഴും ആ മൂത്ത സഹോദരൻ അല്ലെങ്കിൽ സഹോദരി അവന്റെ പ്രാരാബ്ധങ്ങളുടെ ഇടയിൽപ്പെട്ട് അവന്റെ കുടുംബത്തെ കൂട്ടിപ്പിടിച്ച് നിർത്തുവാനായിട്ട് ബുദ്ധിമുട്ട് ജീവിക്കുമ്പോഴും ഈ സഹോദരനും സഹോദരിയും ദൂരേക്ക് മാറി യാതൊരു കൺസിഡറേഷനും കാണിക്കാതെ, യാതൊരു കൺസേണും കാണിക്കാതെ ജീവിക്കുന്നുണ്ടെങ്കിൽ ആ ആബ്സെൻസിന്റെ പേരാണ് പാപം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരങ്ങൾ, ഇത് ഒന്ന് കാര്യമായിട്ട് പരിഗണിക്കണം. നമ്മുടെ സഹോദരങ്ങളിൽ നിന്ന് ആബ്സെന്റായി പോകാറുണ്ടോ? നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് ആബ്സെന്റായി പോകാറുണ്ടോ? ഉണ്ടെങ്കിൽ നാമും പാപത്തിന്റെ അവസ്ഥയിലാണ് എന്ന് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. മുമ്പേ പറഞ്ഞതുപോലെ നമുക്ക് ധാരാളം എക്സ്ക്യൂസസ് ഒക്കെ പറയുവാനായിട്ട് കഴിയും. എന്നാൽ ഈ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമോ? ആ സാധ്യതയാണ് നോമ്പ് എന്ന് പറയുന്നത് ഒരനുഷ്ഠാനം മാത്രമല്ല. ഞാൻ പറഞ്ഞല്ലോ, നോമ്പിൽ പാപബോധമുണ്ടാകുമെങ്കിൽ ആ ബോധത്തിൽ വരേണ്ട, ശരിക്കും ഈ മുടിയനായ പുത്രന്റെ ഉപമയിൽ മുടിയനായ പുത്രന്റെ മടങ്ങി വരവിനെ കുറിച്ച് പറയുമ്പോൾ ആ സുവിശേഷത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്ക് അവന് സുബോധമുണ്ടായി എന്ന് തന്നെയാണ്. നല്ല ബോധമുണ്ടാവുക എന്നുള്ളത്. നോമ്പ് സുബോധത്തിലേക്ക് നയിക്കേണ്ടതാണ്. എന്തിന്റെ ബോധത്തിലേക്ക്? ആബ്സെൻസ് ആയി എന്നുള്ള ബോധത്തിലേക്ക്. ദൈവത്തിൽ നിന്ന്, ജീവിത പങ്കാളിയിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന്, സഹോദരങ്ങളിൽ നിന്ന് എന്ന് പറഞ്ഞാൽ പ്രസന്റായി നിൽക്കേണ്ടിടത്ത് നിന്ന് ബോധപൂർവമായി എക്സ്ക്യൂസുകൾ പറഞ്ഞ് ആബ്സെന്റ് ആയതിനെയല്ല തിരിച്ചറിയുന്ന, പാപത്തിന്റെ അവസ്ഥയെ തിരിച്ചറിയുന്ന ഒരു കാലഘട്ടമാണ് നോമ്പ് എന്ന് പറയുന്നത്. അതല്ലാതെ നോമ്പ് അനുഷ്ഠിച്ച് പ്രാർത്ഥനകളൊക്കെ ചൊല്ലിത്തീർത്ത് ഒരു നോമ്പ് വീടുകയും ആഘോഷിച്ച് അവസാനിപ്പിക്കേണ്ടതല്ല ഇത്.
ദൈവസാന്നിധ്യത്തിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ചിന്ത ഉണ്ടാകേണ്ടത്. കടമകളിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചിന്ത ഉണ്ടാകേണ്ട ഒരു കാലഘട്ടമാണ് ഈ നോമ്പ് എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നത്. ഈ നോമ്പിനെ കുറിച്ചുള്ള ബോധമാണ് അടുത്ത സ്റ്റെപ്പിലേക്ക്, അനുതാപത്തിലേക്ക് നയിക്കേണ്ടത്. ആ അനുതാപമാണ് നമ്മുടെ ബന്ധങ്ങളിലേക്ക്, ഒരു മാനസാന്തരത്തിലേക്കും നമ്മുടെ ബന്ധങ്ങളിലേക്കും നമ്മെ മടക്കിക്കൊണ്ടുവരേണ്ടത്. അതുകൊണ്ട് ഈ ബന്ധങ്ങളിലേക്കുള്ള ഒരു മടങ്ങിവരവ് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇനിയുമുണ്ട് നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ ധാരാളം ഉദാഹരണങ്ങൾ പറയുവാനായിട്ട്. വിശുദ്ധ വേദപുസ്തകത്തിൽ കർത്താവിന്റെ സാന്നിധ്യത്തിൽ നിന്ന്, കൂട്ടായ്മയിൽ നിന്ന് ആബ്സെന്റ് ആയി പോകുന്ന യൂദായെ കുറിച്ചുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 3.5 വർഷക്കാലം കൂടെ കൊണ്ടു നടന്ന് പരിശീലിപ്പിച്ച ഒരു ശിഷ്യൻ, തന്റെ തിരുശരീര രക്തങ്ങൾ പങ്കിട്ട് കൊടുത്ത അതേ ദിവസം തന്നെ നാം സുവിശേഷത്തിൽ വായിക്കുന്ന അവൻ പോകുമ്പോൾ പുറത്ത് ഇരുട്ടായിരുന്നു എന്നുള്ളതാണ്. ഇരുട്ടിലേക്ക് മാറിപ്പോകുന്ന എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ സാന്നിധ്യത്തിൽ നിന്നും ശിഷ്യന്മാരുടെ സമൂഹത്തിന്റെ സാന്നിധ്യത്തിൽ നിന്നും ആബ്സെന്റായി പാപത്തിലേക്ക്, തള്ളിപ്പറയലിലേക്ക് പോകുന്ന ഒരു യൂദ നമ്മുടെ ധ്യാന വിഷയമാകേണ്ടതാണ്. അത് പാപമാണ് എന്നുള്ളത് തിരിച്ചറിയേണ്ടതാണ്. പ്രധാനമായും ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, ഈ കൂട്ടായ്മകളിൽ നിന്നുള്ള ആബ്സെൻസ് വല്ലാത്ത പാപം തന്നെയാണ്. അതിൻ്റെ ദൈവശാസ്ത്രപരമായ, വേദശാസ്ത്രപരമായ വിഷയങ്ങളിലേക്ക് കടക്കുന്നതിന് പകരം ഞാൻ വീണ്ടും കുടുംബ പശ്ചാത്തലത്തിലേക്ക് വരികയാണ്. കുടുംബം എന്ന് പറയുന്നതിനകത്തു നിന്ന് ഒറ്റയ്ക്ക് ജീവിക്കുവാൻ കഴിയുന്ന ഒരവസ്ഥ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് പാപത്തിന്റെ അവസ്ഥയാണെന്ന് ഞാൻ പറയും. ഈ കുടുംബങ്ങളിൽ ഈ അവസ്ഥ സൃഷ്ടിച്ചു കൊടുക്കുന്നതിന്റെ ഉത്തരവാദിത്വം മാതാപിതാക്കൾക്ക് കൂടി ഈ കാലഘട്ടത്തിലുണ്ട്. ഇപ്പൊ എല്ലാവർക്കും സെപ്പറേറ്റ് മുറിയാണല്ലോ. നമ്മുടെ കുഞ്ഞുങ്ങൾ അവരവരുടെ മുറികളിലുള്ള ലോകത്തിൽ ജീവിക്കുകയാണ്. ഒരുപക്ഷെ ഒരു മിഡിൽ ക്ലാസ് കുടുംബത്തിൽ നിന്ന് വന്നതുകൊണ്ടാകാം അങ്ങനെ സെപ്പറേറ്റ് മുറികളൊന്നുമില്ലായിരുന്നു. ഒരു മുറിയിൽ 3 സഹോദരങ്ങൾ ജീവിച്ച ഒരു എക്സ്പീരിയൻസ് ബലഹീനായി എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഷെയറിങ് എന്താണ്, കെയറിങ് എന്താണ് എന്നുള്ളതൊക്കെ തിയറി ഒന്നും പഠിക്കാതെ തന്നെ പഠിച്ച കൂട്ടത്തിലെ ഒരു തലമുറയിലെ ആളാണ് ഞാൻ. യൂദ യേശുതമ്പുരാന്റെ സാന്നിധ്യത്തിൽ, തന്റെ ഗുരുനാഥന്റെ, തന്റെ അരുമനാഥന്റെ സാന്നിധ്യത്തിൽ നിന്ന് മാറിപ്പോവുകയും തന്റെ കൂട്ടുകാരുടെ, തന്റെ സ്നേഹിതരുടെ സമൂഹത്തിൽ നിന്ന് അന്യനായി പോവുകയും ചെയ്തതുപോലെ ചെറുപ്പം മുതലേ നാം അത്തരത്തിലുള്ള ഒരു പരിശീലനം ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നൽകുന്നുണ്ട്. ഇത് മകൻ, ഇത് മോന്റെ മുറി, ഇത് മോളുടെ മുറി, ഇത് മോന്റെ മേശ, ഇത് മോളുടെ മേശ എന്ന് വേണ്ട ഈ പറയുന്ന കമ്പാർട്ട്മെന്റലൈസേഷന്റെ പാപം, അതിന്റെ കോൺസിക്വൻസ് നമ്മുടെ കുടുംബങ്ങളിലില്ലേ? പ്രിയമുള്ളവരെ, ഇത്തരത്തിലുള്ള ആബ്സെൻസുകൾ എവിടേക്കാണ് യൂദ സഞ്ചരിക്കുന്നത്? യൂദായിക്ക് സഞ്ചരിക്കേണ്ടത് പിന്നെ യേശുതമ്പുരാനെ കൊല്ലുവാനുള്ള ആളുകളുടെ അടുക്കലേക്കാണ്. ഒരുപക്ഷെ ഒരു 30 വെള്ളിക്കാശാണ് അട്രാക്ഷൻ. നമ്മുടെ പല ആബ്സെൻസുകളും അത്തരത്തിലുള്ള ചില നേട്ടങ്ങളിലേക്കും ചില നാശങ്ങളിലേക്കും ഒക്കെയാണ് എന്നുള്ളത് നാം തിരിച്ചറിയണം. അതുകൊണ്ട് ഈ പാപം കൂടെ നാം ചേർത്ത് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. പ്രധാനമായും ഇന്ന് സന്ധ്യയ്ക്ക് പാപത്തെക്കുറിച്ചുള്ള ഒരു ആസ്പെക്ട് മാത്രമാണ് ചിന്തിക്കുവാനായിട്ട് ശ്രമിച്ചത്. ബീയിങ് ആബ്സെന്റ്. പാപം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും മനഃപൂർവ്വമുള്ള അസാന്നിധ്യങ്ങളാണ്, ബോധപൂർവമായിട്ടുള്ള അസാന്നിധ്യങ്ങളാണ്. ദൈവസന്നിധിയിൽ നിന്നും, കുടുംബജീവിതത്തിൽ നിന്നും, സമൂഹ ജീവിതത്തിൽ നിന്നും നാം അന്യമായി തീരുന്നുണ്ടെങ്കിൽ മടങ്ങി വരുവാനായിട്ടുള്ള ഒരു ആഹ്വാനമാണ് ഈ നോമ്പ് നമുക്ക് നൽകുന്നത്. കുറെ കൂടെ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, വി ആർ ഓൾ കണക്റ്റഡ്, വി കനോട്ട് ബി സെപ്പറേറ്റഡ്. നമുക്കൊരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്.
പക്ഷെ ഒരു ഇൻഡിവിജ്വലിന് മാത്രമായിട്ട്, ഒരു വ്യക്തിക്ക് മാത്രമായിട്ട് ഈ ലോകത്തിൽ ജീവിക്കാൻ കഴിയില്ല. അത് ആത്മീക തലത്തിലായാലും അതിൻ്റെ ഭൗതിക തലത്തിലായാലും. വി ആർ ഓൾ കണക്റ്റഡ്. നമുക്ക് ആബ്സെന്റ് ആകുവാനായിട്ട് സാധിക്കുകയില്ല. നമ്മുടെ ആ കമ്മ്യൂണിയനാണ്. ഒരുപക്ഷെ കമ്മ്യൂണിയൻ എന്ന് പറയുമ്പോൾ വിശുദ്ധ കുർബാന എന്നുള്ളൊരു ചിന്ത മാത്രമാണ്. പക്ഷേ കമ്മ്യൂണിയൻ എന്ന് പറയുന്നതിനകത്ത് ആ വിശുദ്ധ കുർബാനയിലൂടെ കർത്താവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളായി ഒരുമിച്ച് കൂട്ടുചേർക്കപ്പെടുകയാണ്. നമുക്ക് സെപ്പറേറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല. ആ ഒരു യൂണിറ്റിലേക്ക്, ആ ഒരു യൂണിയനിലേക്ക് വരുവാനായിട്ടുള്ള ഒരു പ്രേരണ നമുക്ക് ഈ ശുശ്രൂഷകൾ മൂലം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കുവാനായിട്ടുള്ളവരല്ല, ഞങ്ങൾ മാറിപ്പോകുവാനായിട്ടുള്ളവരല്ല. ഞങ്ങൾ കൂട്ടായ്മകളിൽ, നിന്നോടുള്ള കൂട്ടായ്മയിൽ, ഞങ്ങൾ കുടുംബത്തിൻ്റെ കൂട്ടായ്മയിൽ, സമൂഹത്തിൻ്റെ കൂട്ടായ്മയിൽ ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് എന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു പ്രസംഗം കേട്ട് അതിനൊരു ഇവാലുവേഷനും നടത്തി പോകുന്നതിന് അങ്ങേപ്പുറത്തേക്ക് ഈ വചന ശുശ്രൂഷയ്ക്ക് ശേഷം എവിടെയെങ്കിലും ആബ്സെൻ്റായി പോയോ എന്നുള്ളത് ഒരാത്മപരിശോധന നടത്തുവാൻ, ഒന്ന് മടങ്ങി വരുവാൻ, കുറെ കൂടെ ആഴമായ ബന്ധങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ നമുക്കിടയാകട്ടെ. എല്ലാവരോടും പ്രത്യേകമായിട്ടുള്ള നന്ദി ഒരിക്കൽ കൂടി അർപ്പിച്ച് ഞാൻ എൻ്റെ വാക്ക്